പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മനസാക്ഷിയെ ഒരേ സമയം കണ്ണീരണിയിക്കുകയും എന്നാൽ അഭിമാനം കൊള്ളിക്കുകയും ചെയ്യുന്ന രണ്ട് വാർത്തകൾക്ക് മുന്നിലാണ് നാം നിൽക്കുന്നത്. 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രാഹാം എന്ന കുരുന്നു മാലാക നമ്മുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു. പക്ഷേ പോകുമ്പോൾ ആ കുഞ്ഞ് 5 ജീവനുകൾക്കാണ് പുതുനാമ്പ് നൽകിയത്. തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞിന് അലിൻ തന്റെ കരൾ പകുത്തു നൽകി. കേരളത്തിന്റെ അവയവദാന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവും സ്വീകർത്താവുമായി ഈ കുഞ്ഞുങ്ങൾ മാറി. ആ മാതാപിതാക്കളുടെ മഹത്തായ തീരുമാനത്തെ എന്തു വാക്കുകൾ കൊണ്ടാണ് നാം വിശേഷിപ്പിക്കുക? എന്നാൽ ഇതിന്റെ മറുപുറം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന ഇതേ സമൂഹത്തിൽ തന്നെയാണ് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ മൃഗീയമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന മാതാപിതാക്കളും ഉള്ളത്. കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ്. അമ്മ ജോലിക്ക് പോയ സമയത്ത് സ്വന്തം കുഞ്ഞിനെ വർഷങ്ങളോളം പീഡിപ്പിക്കുകയും ഒടുവിൽ ആ കുഞ്ഞിന്റെ ജീവനെടുത്ത് സ്വയം ഒടുങ്ങുകയും ചെയ്ത ഒരു പിതാവിന്റെ കഥ. എത്ര വലിയ വൈരുദ്ധ്യമാണിത്! ഒരു വശത്ത് തങ്ങളുടെ ജീവന്റെ പാതി നഷ്ടപ്പെടുമ്പോഴും മറ്റൊരാൾ ജീവിക്കട്ടെ എന്ന് കരുതി വിറയ്ക്കുന്ന കൈകളോടെ സമ്മതപത്രം ഒപ്പിട്ടു നൽകുന്ന മാതാപിതാക്കൾ, മറുവശത്ത് കാമത്തിനും ക്രൂരതയ്ക്കും വേണ്ടി സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന നാരദന്മാർ. മനുഷ്യത്വം അതിന്റെ ഏറ്റവും വലിയ ഉയർച്ചയും താഴ്ചയും ഒരേ സമയം പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ കുട്ടികളുടെ അവകാശവും സംരക്ഷണവും എത്രമാത്രം ആവശ്യമാണെന്ന് നമുക്ക് തെളിയിക്കപ്പെടുന്നു. കുട്ടികൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണെന്ന് നാം പറയാറുണ്ട്. പക്ഷേ അവരെ വെറും ഉപഭോഗ വസ്തുക്കളായോ സ്വന്തം ആഗ്രഹങ്ങൾ തീർക്കുവാനുള്ള ഉപകരണങ്ങളായോ കാണുന്ന ഒരു വലിയ വിഭാഗം നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ആ കുഞ്ഞിനെ അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ മേൽ കത്തിവെക്കുവാൻ അച്ഛനായാലും അമ്മയായാലും ആർക്കും അധികാരമില്ല. മൃഗങ്ങൾ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവൻ നൽകി സംരക്ഷിക്കുമ്പോൾ മനുഷ്യനെന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ എവിടെയാണ് പിഴച്ചുപോയത്? ലഹരിയോ മാനസിക വൈകല്യമോ എന്തു തന്നെയായാലും ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നവനെ ന്യായീകരിക്കുവാൻ ഒരു നിയമത്തിനും കഴിയുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് വലിയൊരു പാഠമായിരിക്കണം. അലിൻ ഷെറിൻ എന്ന കുഞ്ഞിന്റെ മാതാപിതാക്കൾ ലോകത്തിന് കാട്ടിക്കൊടുത്തത് സ്നേഹത്തിന്റെ പരകോടിയാണ്. തങ്ങളുടെ കുഞ്ഞ് ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പായ നിമിഷം ആ കുഞ്ഞിലൂടെ മറ്റൊരു 5 കുഞ്ഞുങ്ങൾ ശ്വസിക്കട്ടെ എന്ന് തീരുമാനിക്കുവാൻ എത്ര വലിയ ഒരു ഹൃദയം തന്നെ വേണം. നമുക്ക് വേണ്ടത് ഇത്തരം മാതൃകകളാണ്. നമ്മുടെ മക്കൾക്ക് നാം പകർന്നു നൽകേണ്ടത് സഹജീവികളോടുള്ള സ്നേഹമാണ്. അവയവദാനം പോലുള്ള മഹത്തായ കാര്യങ്ങളെക്കുറിച്ച് നാം സംസാരിക്കണം. ഒപ്പം തന്നെ സ്വന്തം വീടിനുള്ളിൽ പോലും മക്കൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയുകയും വേണം. അയൽപ്പക്കത്തോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒരു കുഞ്ഞ് വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടുവാൻ നമുക്ക് മടിയുണ്ടാകരുത്. അത് അവരുടെ കുടുംബകാര്യമല്ലേ എന്ന നിസ്സംഗതയാണ് പലപ്പോഴും കൊലപാതകങ്ങളിൽ കലാശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആലിൻ ഷെറിൻ എന്ന കുഞ്ഞ് ഇല്ലാതാകുന്നില്ല. അവൾ 5 പേരിലൂടെ ഇന്ന് ജീവിക്കുന്നു. അവൾ ഒരു പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ ഇരുട്ടിനെ മാറ്റട്ടെ. ക്രൂരതയുടെ വാർത്തകൾ കേട്ട് മരവിച്ചു പോയ നമ്മുടെ മനസാക്ഷിയെ ആ കുഞ്ഞിന്റെ ഓർമ്മകൾ ഉണർത്തട്ടെ. നമുക്ക് നമ്മുടെ കുട്ടികളെ സ്നേഹിക്കാം, അവരെ സംരക്ഷിക്കാം, അവരെ ആദരിക്കുവാൻ പഠിക്കാം. ഇനിയൊരു കുഞ്ഞും സ്വന്തം വീട്ടിൽ ഭയത്തോടെ കഴിയേണ്ടി വരരുത്. അലിന്റെ മാതാപിതാക്കൾ കാട്ടിത്തന്ന ആ വലിയ മനസ്സോടെ മനുഷ്യത്വമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നന്മയുള്ള മനുഷ്യർ ഇനിയും ബാക്കിയുണ്ട് എന്നതൊരു തെളിവാണ് അലിൻ. ആ നന്മ നമുക്ക് പകർത്തിയെടുക്കാം. നന്ദി.